നാടെങ്ങും ഓണത്തിരക്കിലാണ്. തലസ്ഥാന നഗരിയും ഒട്ടും പിന്നിലല്ല. തിരുവനന്തപുരം പള്ളിച്ചൽ പഞ്ചായത്തിലെ ഫ്ലവർ ഫാമും ഓണാഘോഷങ്ങളുടെ മുഖ്യ ആകർഷണമായി മാറുകയാണ്. കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകർ ചേർന്ന് സംയുക്തമായിട്ടാണ് ഇവിടെ പൂകൃഷി ചെയ്തു വരുന്നത്. ആകെ 46 ഏക്കർ കൃഷിയുടെ ഒരു ഭാഗം മാത്രമാണിത്. ഓണവിപണിയെ ലക്ഷ്യം വെച്ചുള്ള മഞ്ഞയും ഓറഞ്ചും ചമന്തിയാണ് ഇവിടുത്തെ പ്രധാന പൂകൃഷി. പച്ചക്കറികൾക്കും പൂക്കൾക്കും പ്രധാനമായും തമിഴ്നാടിനെ ആശ്രയിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവർ ഈ ആശയം മുന്നോട്ട് വച്ചത്. കഴിഞ്ഞ 4 വർഷമായി വിഷവിമുക്തമായ പച്ചക്കറികൾക്കൊപ്പം ഓണവിപണിയിലും ഇവർ ഇടം പിടിച്ചു. പ്രത്യേകത വെച്ചാൽ ഓണത്തിന് നമ്മുടെ നാട്ടില് എല്ലാവരും തമിഴ്നാട്ടിൽ പോയി തോവാളയിൽ നിന്നാണ് പൂ വാങ്ങുന്നത്. ഇത് നമ്മുടെ ഒരു ആശയം കൊണ്ട് നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നതാണ്. അതുപോലെ പച്ചക്കറിയും നമ്മളിപ്പോൾ വിഷരഹിത പച്ചക്കറി നമ്മുടെ ആവശ്യത്തിനുള്ളത് ഇപ്പോൾ ഇഷ്ടംപോലെ ഇവിടെ വിൽക്കുന്നുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഈ പൂക്കൾ കയറ്റുമതി ചെയ്യപ്പെടുന്നു. പരിസ്ഥിതി സൗഹൃദ കൃഷിരീതികൾ ഉപയോഗിച്ചാണ് ഇവിടെ പൂക്കൾ വളർത്തുന്നത്. ഓണത്തിന്റെ ഭാഗമായി ഫാം സന്ദർശനത്തിനും ഏറെ ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു സംരംഭം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ടി വിയിൽ കണ്ട് നല്ലോണം ആസ്വദിച്ചായിരുന്നു. അതപ്പോൾ ഇത് നേരിൽ കാണാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഒരു പറ്റം കുടുംബശ്രീ പ്രവർത്തകരുടെയും തൊഴിലുറപ്പ് പ്രവർത്തകരുടെയും കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്രധാനമായും ഓണവിപണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ ഈ ആശയം മുന്നോട്ട് വെച്ചത്. തുടർച്ചയായ 4 വർഷവും അതിന്റെ വിജയത്തിലെത്തിക്കാൻ ഈ പെൺകരുത്തുകൾക്ക് കഴിഞ്ഞു. ക്യാമറാമാൻ രാഹുലിനൊപ്പം മരിയ, ജയ്ഹിന്ദ് ന്യൂസ്.